ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ അറിയാം നല്ല മഴയാണ്. അപ്പൊ ഈ മഴയത്ത് ഇങ്ങനെ കാറിൽ പോകുമ്പോ ഒരു മന്തി കഴിക്കാൻ തോന്നി, അല്ലെങ്കിൽ മന്തി വേണ്ട നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ തോന്നി. അപ്പൊ അങ്ങനെ ഒരു ഫുഡിന്റെ ഒരു സ്പോട്ട് നോക്കി വന്നപ്പോഴാണ് ഇവിടെ കാണുന്ന മന്തി പാലസ്. കാണുന്നല്ലോ കുഴിമന്തിയുടെ മെയിൻ സ്പോട്ടാണ് തോന്നുന്നു. അപ്പൊ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം. ഫുഡ് ട്രൈ ചെയ്താൽ മാത്രം പോരാ, നല്ല വിശപ്പുണ്ട്. അപ്പൊ അതൊന്ന് സെറ്റ് ആക്കണം. അപ്പൊ ആ ഒരു ഫുഡിന്റെയാണ് ഇന്നത്തെ വ്ളോഗ്. മന്തി പാലസ് പേര് തന്നെ കണ്ടോളൂ. അപ്പൊ ഇവിടെ മന്തി ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്നാ മനസ്സിലുള്ള ഉദ്ദേശം. പക്ഷെ അല്ലാണ്ട് തന്നെ വേറെ കൂടെ ഐറ്റംസുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യണം. അതിന്റെ ടേസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ചേട്ടാ ഫുഡ് എന്തൊക്കെയാണ്? ഫുഡ് നമുക്ക് നോർമൽ മന്തി ഉണ്ട്, പിന്നെ അൽഫാം മന്തി, അതുപോലെ അൽഫാമിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് മന്തി ഉണ്ട്. പിന്നെ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ വരുന്നുണ്ട്, ബിരിയാണി വരുന്നുണ്ട്, പിന്നെ മധുഹൂദ് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോ നമുക്ക് മന്തി എടുത്തോ? മന്തി ആയിക്കോട്ടെ, നോർമൽ മന്തി. നോർമൽ മന്തി ഒരു അൽഫാം ആയിക്കോട്ടെ, ജസ്റ്റ് വെറൈറ്റീസിന് ആയിക്കോട്ടെ, എല്ലാ വെറൈറ്റീസ് ഉള്ള മന്തി പിന്നെ റോസ്റ്റഡ് ചിക്കൻ വെറൈറ്റി ആയിട്ട് ആയിക്കോട്ടെ, അതെടുക്കാം. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. ആയിക്കോട്ടെ, ഓക്കെ, ശരി. റോസ്റ്റഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് മസാല ഒക്കെ ചെയ്യൂല. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഓയിലില് മുക്കിയിട്ടാണ് ചെയ്യണേ അല്ലേ? ബ്രോസ്റ്റഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഓയിൽ ഉണ്ടാവില്ല. ഓയിൽ ഉണ്ടാവില്ല. അപ്പൊ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഓയിലൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ടൈംസ് 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ സംഭവം ആവും. നമ്മളിവിടെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ചേട്ടൻ ഫുഡ് കഴിച്ചിട്ട് പോവാണ്. അപ്പൊ ആ ചേട്ടൻ നമുക്ക് ഇവിടുത്തെ ഫുഡിന്റെ റിവ്യൂ ആദ്യം ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ചേട്ടാ ഫുഡ് എങ്ങനെയുണ്ട്? നന്നായിട്ട്. ചേട്ടാ ഇവിടെ സ്ഥിരം വരുന്ന ആളാണോ? ഞാൻ ഇടയ്ക്ക് കയറാറുണ്ട്, വൈകി പാസ് ചെയ്യുമ്പോൾ കയറാറുണ്ട്. ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവരും വരാം? ഫ്രണ്ട്സ് ഫാമിലി അതുകൂടെ അടുത്ത് തന്നെ ഫാമിലി. അപ്പൊ എന്താ ട്രൈ ചെയ്തേ? ഇപ്പൊ മന്തി. അതിന് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം തോന്നുന്നു. അവിടെ സ്പെഷ്യൽ അത് തന്നെയാണ് വരുന്നത്. ഞങ്ങൾ തന്നെ ട്രൈ ചെയ്യാൻ നോക്കണേ. ജസ്റ്റ് ഇച്ചിരി കസ്റ്റമേഴ്സ് ഇല്ല. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. ശരി ശരി. മന്തി എല്ലാ സ്ഥലത്തും കിട്ടും. പക്ഷെ മഞ്ജലിസിൽ ഇരുന്ന് മന്തി കഴിക്കുന്ന ഒരു സെറ്റപ്പ് അധികം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ മന്തി പാലസ് ഒരുക്കിയേക്കണേ. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അവിടെ തന്നെ ഇരുന്നൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു വെറൈറ്റി പോലെയൊക്കെ ഉണ്ട്. എന്നാലും ഒട്ടുമിക്ക ഇപ്പൊ എല്ലാ സ്ഥലത്തും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫുഡൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ കളിക്കാനൊക്കെ ആയിട്ട് നല്ല പസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അധികം ടൈമൊന്നും നമുക്ക് ലാഗ് വരുന്നില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. കമ്മ്യൂണിക്കേറ്റീവ് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 പസിലാണ് വരണേ. ഒന്ന് ഈ പൂച്ചക്കുട്ടി ഭക്ഷണത്തിന് വേണ്ടി, പിന്നെ അതുപോലെ തന്നെ ഇതിനോട് ബേഡ്സുകൾ കണ്ടുപിടിക്കുക. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളെ ഫുഡിന്റെ ഐറ്റംസ് എന്ന് പറയുന്നത് മന്തി റൈസ്, അതിന്റെ ഇപ്പോ ഫ്രഞ്ച് റൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് പെരി പെരി അൽഫാം, ഹണി അൽഫാം, നോർമൽ അൽഫാം, റോസ്റ്റഡ് ചിക്കൻ, പിന്നെ ടിക്ക, ചിക്കൻ കബാബ, ബീഫ് കബാബ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് അതിലേക്ക് കിടന്നാലോ. ഇതിലങ്ങനെ ഓയിലൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് കൈമിക്കൊന്നും അങ്ങനെ ഓയിലൊന്നും വരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്തുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടാ, ചൂടുണ്ട്. അപ്പൊ ഒരു പീസ് അങ്ങനെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. സംഭവം നല്ല രീതിയിൽ വെന്തുണ്ട് കേട്ടാ. മയോണൈസ് ഒന്നും ഇല്ല. അതൊന്ന് ഇതിന്റെ ഉള്ളൊക്കെ കാണുമ്പോ തന്നെ അറിയാം ജസ്റ്റ് നല്ല രീതിയിൽ വെന്തുണ്ട് തന്നെ. പിന്നെ അതുപോലെ ഓയിലൊന്നും ഇല്ല ഇതിന്റെ പുറത്ത് തന്നെ. കയ്യിൽ അധികം നേരം പിടിക്കണില്ല, നല്ല ചൂടുണ്ട്. അപ്പൊ എന്തായാലും ഇതിവിടെ എത്താൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തായാലും ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ കഴിഞ്ഞു. അവർ പറഞ്ഞ പോലെ ഓയിലൊന്നും അധികം ഇല്ല. നല്ല ഇത്തിരി പ്രായമായവർക്ക് എല്ലാവർക്കും വന്ന് കഴിച്ച് നോക്കാവുന്ന ഒരു ഐറ്റമാണ്. കാരണം പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരില്ല ഈ ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മുടെ
മന്തിയിലേക്ക് ഇനി കിടക്കാം. ഒന്ന് അൽഫാം കൊണ്ടുവന്നുണ്ടോ, ഒന്ന് പെരി പെരി, പിന്നെ ഒന്ന് നോർമൽ അൽഫാം, പിന്നെ ഒന്ന് ഹണി അൽഫാം. അപ്പൊ നമുക്ക് ഈ മൂന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ ഹണി അൽഫാം എനിക്കങ്ങനെ ഒരു ഹണിയുടെ ഒരു ഫ്ലേവർ എന്തായാലും ഉണ്ട്, ഹണി അൽഫാമിൽ എന്തായാലും വരുമല്ലോ. പക്ഷെ ഇത്രയും ഇതിനുള്ളൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇവരുടെ ഹണിയുടെ ഒരു പ്രിപ്പറേഷൻ ആയാലും അല്ലെങ്കിൽ അതിന്റെ ഒരു മസാല കൂട്ടൊക്കെ നല്ല രീതിയിൽ ഇതിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് നോർമൽ അൽഫാമിക്ക് നമുക്ക് കിടക്കാം. ജസ്റ്റ് ഒന്ന് മയോണൈസിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ അവിടെ. അപ്പൊ നോർമൽ അൽഫാം എനിക്കൊരു ആവറേജ് ഫീലിംഗ് ആണ് തന്നത്. എന്നാ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പൊ നമുക്കൊരു പെരി അൽഫാമിൽ ഒന്ന് കിടക്കാം. പെരി അൽഫാമില് ഇത്തിരി സ്പൈസിയാണ്, എന്നാൽ പക്ഷെ വലിയ സ്പൈസ് ഒന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു സെറ്റ് ആക്കിയത്. കാരണം വലിയ സ്പൈസിങ് ആയൊന്നും വരുന്നില്ല. സാധാരണ ചിലടത്ത് പെരി അൽഫാമിൽ ഇത്തിരി സ്പൈസിങ് ആയിട്ട് നന്നായിട്ട് വരാറുണ്ട്. ഇവിടെ അതൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു സ്പൈസിൽ തന്നെയാണ് ഒരു ഡിഷ് സെറ്റ് ആക്കിയത്. അതായത് 3 അൽഫാമിൽ എനിക്ക് ഏറ്റവും മസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടത് ഹണി അൽഫാമാണ്, പിന്നെ പെരി അൽഫാം. നോർമൽ അൽഫാമിന് ഒരു ആവറേജ് ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇവിടെ അൽഫാമുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് എന്തായാലും കഴിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോ മന്തി നമ്മൾ 3 ട്രൈ ചെയ്തു, അൽഫാം, പെരി ആൻഡ് ഹണി. അപ്പൊ ഇതിൽ എനിക്ക് ഏറ്റവും ഓൾമോസ്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് പെരി പെരി അൽഫാമാണ്. കാരണം സാധാരണ ചില സ്ഥലത്തൊക്കെ നല്ല സ്പൈസി ആയിട്ടാണ് തരാറ്. ഇവിടെ അത്രയ്ക്ക് സ്പൈസി ഒന്നും ഇല്ല, ഒരു നോർമൽ സ്പൈസിയിൽ നല്ല മസാല കൂട്ടിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഇവരുടെ പെരി പെരി അൽഫാം. പിന്നെ സെക്കൻഡ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹണി അൽഫാമാണ്. ഹണി അൽഫാമില് ഹണിയുടെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോ എന്തായാലും ഒരു മസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാം. ഹണി അൽഫാം ആയാലും പെരി പെരി അൽഫാം ആയാലും. നോർമൽ അൽഫാമിന് എനിക്കൊരു ആവറേജ് ടേസ്റ്റ് ആണ് വന്നത്. അപ്പൊ ഇതിനൊപ്പം തന്നെ നമുക്കൊരു 3 ഡിഷ് കൂടി ട്രൈ ചെയ്യാവുന്നവര്, ചിക്കൻ ടിക്ക, ബീഫ് ടിക്ക, കബാബ്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പൊ നമ്മൾ വരുമ്പോ തന്നെ കണ്ടതായിരുന്നു അവിടുത്തെ സ്റ്റിക്കില് ഈ സാധനമൊക്കെ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് സാധനം വന്നേക്കണേ. നല്ല രീതിയിൽ സാധനം നല്ല രീതിയിൽ സ്മൂത്തും സോഫ്റ്റ്നെസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. ഇതിൽ വീഡിയോയിൽ നല്ല രീതിയിൽ കാണാം. പിന്നെ അതുപോലെ പുറത്തേക്ക് നല്ല ക്രഞ്ചി ആയിട്ടാണ് വന്നേക്കണേ. അതുകൊണ്ട് ഈ സാധനം ജസ്റ്റ് വായിക്ക് വെക്കുമ്പോ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് സംഭവം ബീഫ് ടിക്ക. അപ്പൊ ഇനി അടുത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ചിക്കൻ ടിക്കയാണ്. ചിക്കൻ ടിക്ക നമ്മൾ സ്റ്റാർട്ടിങ് വരുമ്പോൾ അവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റിക്കുമ്പോ. സത്യത്തില് എനിക്ക് ബീഫ് ടിക്കാലും കൂടുതൽ ഇഷ്ടമുള്ള ചിക്കൻ ടിക്ക കേട്ടാ. കാരണം രണ്ടും മറ്റേത് മോശമാണെന്നല്ല ഉദ്ദേശിച്ചത്, ഇത്തിരി ടേസ്റ്റ് കൂടിയത് ചിക്കൻ ടിക്കയാണ്. അപ്പൊ മന്തി കഴിച്ചോണ്ടാണോ ചെറിയൊരു ചൂട് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല, സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നമ്മുടെ കബാബ്. അപ്പൊ ഇനി കബാബി കൊണ്ട് കഴിച്ചോളാം നമുക്ക്. ചിക്കൻ കബാബിയായാലും നല്ല അടിപൊളിയാണ് ഇവരുടെ. അപ്പൊ ഇതൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മജ്ലിസ് അങ്ങനെ പല സ്ഥലത്തുണ്ടാവും, പക്ഷെ ഇത്രയ്ക്കധികം സ്പേസിൽ അങ്ങനെ ഉണ്ടാവില്ല അല്ലേ സഭേട്ടാ? നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മള് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇത്ര റിച്ച് ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഫുഡിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തു പറയാണ് ടോം ചീസ് ഉണ്ടല്ലോ, ടോം ചീസ്.
അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മജ്ലിസ് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടോ, പക്ഷെ ഇത്രയ്ക്കധികം ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാവുന്ന ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഫുഡ് ആയാലും ഓൾമോസ്റ്റ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ കബാബ്, ചിക്കൻ കബാബ്, പിന്നെ അതുപോലെ ചിക്കി, ബീഫ് ടീപ്പ്, അതിന് നല്ല സ്പൈസിൽ ആവശ്യത്തിനുള്ള സ്പൈസിൽ നല്ല ടേസ്റ്റിൽ അവര് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അൽഫാംസിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു പെരി പെരി അൽഫാമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ മന്തി റൈസ് ആയാലും നോർമൽ പ്രൈസിനൊരു ഫീലിംഗ് നമുക്ക് തന്നു. ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. പിന്നെ അതുപോലെ കപ്പിൾസിനായാലും എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിച്ചു പോകാവുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് മന്തി പാലസ്. ഹോട്ടലിന്റെ ടൈം വരുന്നത് രാവിലെ 11 to രാത്രി 11 വരെയാണ്. അപ്പൊ എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുക. അപ്പൊ ഈ സ്പോട്ട് മറക്കണ്ട, നമ്മുടെ പെരുമ്പലാവ് അൻസാർ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ചിരിച്ചോണ്ട് ഭക്ഷണം കഴിക്കുക, സന്തോഷത്തോടെ ജീവിതം മുന്നേറുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.